ഇന്ന് എൻ്റെ കയ്യിലൊരു പേപ്പറും സ്കെച്ചും കിട്ടി. അപ്പോൾ ഒരു ക്യൂട്ട് ടോയ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, കുഞ്ഞു കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റും, അവർക്ക് ഉപകാരപ്രദം ആവുന്നത് കൊണ്ട് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ച്. വലിയ പണിയൊന്നുമില്ല, ഇതുപോലെ മടക്കലും കുറിക്കലും മാത്രമേ ഉള്ളൂ. ഇതുണ്ടാക്കാൻ പണ്ട് സ്കൂളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ് കേട്ടോ. പക്ഷേ ഇത് വലുതായിട്ട് ആരും അങ്ങനെ ഉണ്ടാക്കി കണ്ടിട്ടില്ല. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു നെഗറ്റീവ് ഫീലൊക്കെ തോന്നും കേട്ടോ. കൂടെ പഠിച്ച ഫ്രണ്ട്സിനെയൊക്കെ ഓർക്കും നമ്മൾ. അപ്പോൾ അത് ഇതുപോലൊന്ന് നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഉണ്ടാക്കാൻ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മടക്കൽ കാണുമ്പോൾ ഒരു കൺഫ്യൂഷനൊക്കെ തോന്നും. അപ്പോൾ വീഡിയോ ഒന്നും കൂടെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി, പെട്ടെന്ന് മനസ്സിലാവും. സിമ്പിളാണ്. കുട്ടികൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വഴക്ക് വരേണ്ട കാര്യങ്ങളും ഇല്ല, ഗമ്മോ കാര്യങ്ങളോ ഒന്നും നമ്മളിതിന് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഈ പേപ്പറിന് വേറെ കളറാണെങ്കിൽ ഇച്ചിരി കൂടെ ഭംഗിയായിരിക്കും കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ വേറെ കളറൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ കളർ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് കണ്ടോ, ഭയങ്കര സിമ്പിളല്ലേ. നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ. ഇനിയൊരു കുഞ്ഞു പണിയാണ് നമ്മുടെ ആ സ്കെച്ച് പെൻ കൊണ്ടുള്ള പണി. അപ്പോൾ ഇതുകൊണ്ട് ഞാനൊരു കണ്ണും മൂക്കും വായും ഒക്കെ അങ്ങ് വരച്ച് കൊടുക്കണം. ഞാൻ വലിയ കലാകാരിയൊന്നും അല്ലെങ്കിലും നമുക്കങ്ങനെ തോറ്റ് പിന്മാറാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കണ്ടോ, ഞാൻ ഇങ്ങനെയൊക്കെയാണ് വരച്ചത്. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ താഴെ ഒരു ഹോള് കേട്ടോ. അപ്പം ഞാൻ ഇതിലൊന്ന് ഊതി നോക്കിയാലോ എന്ന് വിചാരിച്ച് അപ്പം ഞാനൊന്ന് ഊതി. ഹായ്, ഒരു ബലൂൺ പൂച്ചക്കുട്ടീനെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പൂച്ചക്കുട്ടി.